ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാവേ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ടാരോട്ട് റീഡിങ് പേഴ്സണലായിട്ട് നോക്കണം. നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്യൂച്ചർ റീഡിങ് നോക്കുന്നതിന് പേയ്മെന്റ് ഉണ്ട് കേട്ടോ. അതുപോലെ ടാരോട്ട് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ വരാവുന്നതാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ വിളിക്കേണ്ടതില്ല, നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി. കാരണം ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഫോൺ എടുക്കാനാവില്ല, റീഡിങ്ങിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ വരുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒന്നും ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ പറഞ്ഞു തരും. പക്ഷെ അത് നിങ്ങൾ വാട്സപ്പിൽ വരണം കേട്ടോ. പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടെ കയറിയിട്ട് എന്നെ വന്ന് വിളിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരീക്ഷണ ഘട്ടങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. വെറുതെ എന്റെ ടൈം വേസ്റ്റ് ആക്കാൻ ആരും വരരുത്. ചുമ്മാ നിസ്സാര പ്രശ്നങ്ങളുമായിട്ട് എന്റെ അടുക്കൽ ആരും വിളിക്കാൻ വരരുത് കേട്ടോ. നിങ്ങളുടെ പ്രശ്നം ഒരുപാട് നാളായിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല, പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവ് എനർജീസ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്റെ അടുത്ത് പ്രശ്ന പരിഹാരത്തിന് വന്നാൽ മതി കേട്ടോ. ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് മുൻപിൽ ദൈവം ചില വാതിലുകൾ അടയ്ക്കാൻ പോവാണ്. അടയ്ക്കാൻ പോകുന്നത് എന്തിനെന്ന് വെച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ചില വാതിലുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ വാതിലുകളാണെന്ന് നോക്കാം, ആർക്കൊക്കെയാണെന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. റെസൊനേറ്റ് ആവുന്നവര് മാത്രം എടുക്കുക, അല്ലാത്തവര് വിട്ടേക്കുക. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് വാല്യൂബിൾ ആവുന്നത് കേട്ടോ. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത്, നിങ്ങൾ കാണേണ്ട ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരിക. ഒരു വട്ടം കണ്ടു, അപ്പൊ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയില്ല. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ അതനുസരിച്ചിട്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ കാർഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആ കാർഡ് എന്തൊക്കെയാണെന്ന് നോക്കാമേ. 6 കപ്പ്, കിങ് കപ്പ്, 3 ലവേഴ്സ്, 5 ഓഫ് വാണ്ട്, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കാൻ പോകുന്നുണ്ട്, ഒരു ചേഞ്ച്, ഒരു മാറ്റം. ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫ് മൊത്തമായിട്ടൊന്ന് മാറാൻ പോകുന്നു ചില വ്യക്തികളുടെ, എല്ലാവരുടെ അല്ല കേട്ടോ. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാവാം. ജോലിയൊക്കെ ഉണ്ടായിരുന്നു, സാമ്പത്തികമൊന്നും കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു മാറ്റം. അതായത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്, ചിലരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഒരുപക്ഷെ നിങ്ങൾ പുതിയൊരു ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ തുടങ്ങിയ സമയമായിരിക്കാം. അല്ല, ഒരു വീട് വെച്ചിട്ടുണ്ടാവാം, വീടിന്റെ ലോൺ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ചില പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സമയം നിങ്ങൾക്കൊരു ബാധ്യത കൂടെ കിടക്കും, അല്ല ഒരു ലോണും കൂടെ അടയ്ക്കണം, അല്ലെ കുറച്ച് സാമ്പത്തിക ബാധ്യത കൂടെ വന്ന സമയത്താവാം നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു, നിങ്ങൾ വല്ലാതെ ഒരു പ്രതിസന്ധിയിലായി പോയിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ നല്ല ഒരു രീതിയിലേക്ക് പോകണമെന്ന് ദൈവം തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഉള്ള ജോലി കഴിഞ്ഞും കുറച്ചും കൂടെ നല്ല സാലറി ഒക്കെയുള്ള കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ദൈവം നിങ്ങൾക്കായിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ കഴിവൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നും ഒരേ ലെവലിൽ പോയാൽ മതി എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ യൂണിവേഴ്സിന്, ദൈവത്തിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളതും കൂടെ
ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യം റെഡി ആയി വരുന്നുണ്ട്, അല്ലെ റെഡി ആയിട്ടുണ്ട്, റെഡി ആകാൻ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാവാം. അങ്ങനെ ഒരു ആഗ്രഹം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവാം. നിങ്ങൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാവാം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളത് മറന്നുപോയെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് ദൈവം കൊണ്ടുവരും, യൂണിവേഴ്സായിട്ട് കൊണ്ടുവരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പം മനസ്സിലാവില്ല. ഇങ്ങനെ സംഭവിച്ചത് എന്റെ ലൈഫിൽ നല്ലതായി വന്നെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അത് സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. സംഭവിക്കുമ്പോൾ തീർന്നു ഞാൻ ഇനി എങ്ങനെ ലോൺ അടയ്ക്കുക, എന്റെ ജോലി പോയി, ഞാൻ ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ആകെപ്പാടെ ഡിപ്രഷൻ, പ്രോബ്ലം, മൊത്തത്തിൽ പ്രശ്നത്തിലാവും. ഈ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും പലരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ, അനങ്ങാൻ വയ്യാത്തൊരവസ്ഥ. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ പതുക്കെ ചേഞ്ച് ആവും. നിങ്ങൾ സ്ട്രോങ് ആകാൻ പറയുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് ഇരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് വരുന്നു, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ജോലി ലഭിക്കുന്നു, നല്ല ഓഫറുകൾ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ പ്രതിസന്ധി എനിക്ക് എന്തായി, പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്റെ ലൈഫിൽ വന്നത് എന്തായി, എനിക്ക് അനുകൂലമായി തീർന്നിരിക്കുന്നു. അപ്പൊ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ആടേക്ക് ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ചേഞ്ച് വളരെ നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് നിങ്ങളുടെ ലൈഫിലൊരു നല്ലൊരു മാറ്റമാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നത് ഏതൊക്കെ കാര്യത്തിൽ നിങ്ങൾ കോടതിപരമായ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി ഇറങ്ങി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഒരു വക്കീലിനെ തന്നെ ഇങ്ങനെ നിങ്ങളുടെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഒരു നീക്കുപോക്ക് നിങ്ങളുടെ ആ ഒരു കേസ് കാര്യങ്ങളില്ല. നിങ്ങളിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ മാസം ഇങ്ങനെ ആ വക്കീലിന് കാശ് കൊടുത്ത് കോടതി കയറി ഇറങ്ങി നടക്കുന്നതല്ലാതെ അതിന് യാതൊരു നീക്കുപോക്കും ഇല്ലെങ്കിലും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആ ഒരു വക്കീല് അത് നീ മാറ്റാൻ പോലെ, അതായത് നിങ്ങളുടെ മുന്നിൽ ആ വാതിൽ അടയ്ക്കാൻ പോവാണ് ദൈവം. കാരണം ആ ഒരു വക്കീല് നിങ്ങൾ അങ്ങനെ ഒരു വക്കീല് നിങ്ങളുടെ സ്ഥിരമായിട്ട് ഒരു വക്കീലുണ്ട്, നിങ്ങൾ ആ ഒരു വക്കീലിനെ മാറ്റാൻ പറയുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ മാറ്റുക, എന്നിട്ട് നിങ്ങൾ പുതിയൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു വക്കീലിനെ കണ്ടെത്താൻ പറയുന്നു, നല്ലൊരു വക്കീലിനെ കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പൊ കുറെ നാളായിട്ട് ചിലര് ഡിവോഴ്സ് കേസുമായിട്ട് ഇങ്ങനെ വർഷങ്ങളോളം കയറി. എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയുണ്ട്, 5 വർഷം 6 വർഷമായിട്ട് ഇങ്ങനെ ഡിവോഴ്സ് കേസിനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവര് ഈ വക്കീലന്മാർ ഇങ്ങനെ ഓരോ മാസം കാശ് മേടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലാതെ അവിടെ യാതൊന്നും നടക്കുന്നില്ല. ഒരു കേസല്ല, പല കേസുകളുടെ കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു വക്കീലിനെ കൊണ്ട് ആ ഒരു കാര്യം നടക്കുന്നില്ല. അവർ നിങ്ങളുടെ കേസ് നീട്ടി വെച്ച് നിങ്ങളുടെ കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റൊരു വക്കീലിനെ വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് എത്തിയിട്ട് ആ ഒരാളുടെ നിന്ന് നിങ്ങൾക്ക് അതിന് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ അവിടെ മറ്റൊരാളെ കണ്ടെത്തുക. അങ്ങനെയാണ്. അത് ആരോടൊക്കെ ഞാൻ ആരോടൊക്കെ പറയാൻ ദൈവമായിട്ട് പറയുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ സമയമായിരിക്കുന്നു, നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്, ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് എന്താ പറയുക, ബുദ്ധിപൂർവ്വം പെരുമാറേണ്ടതുണ്ട്. അപ്പം ബുദ്ധിപൂർവ്വം പെരുമാറാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ആ വാതിൽ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് കിടക്കുന്നത്. നിങ്ങളുടെ മുന്നിലെ വാതിൽ തുറക്കണമെന്ന് നിങ്ങളും കൂടെ ശക്തമായിട്ട് തീരുമാനം എടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് നീതി ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിവോഴ്സ് കേസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു കാര്യം സക്സസ് ആവുന്നു. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനാണെങ്കിലും, വസ്തുവിന്റെ കേസായാലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഇടപാടിലുള്ള കേസായാലും എന്തിനായാലും നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ഭാഗത്ത് ഒരു വിജയം ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് സാമ്പത്തിക പ്രോബ്ലംസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ വളരെയധികം വലയുന്നുണ്ടാവാം. ആ ഒരു രീതിയിൽ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ. സാമ്പത്തിക പ്രോബ്ലംസും നിങ്ങൾക്ക് രോഗങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകണം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. ഒരു കൂട്ടിലടക്കപ്പെട്ട പോലെ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ വാതിൽ ദൈവം തുറക്കാൻ പോവുകയാണെന്നാണ് കാണിക്കുന്നത്.
അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് ജോലിയില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അല്ല രോഗമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോവാണ്. നിങ്ങൾക്ക് മുന്നിൽ ദൈവം നല്ലൊരു വാതിൽ തുറക്കാൻ പോവുകയാണെന്നാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പാടെ മാറി നിങ്ങൾ ചേഞ്ച് ആവാൻ പോവുകയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഇപ്പൊ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ മെഡിറ്റേഷനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഫലം ലഭിക്കാൻ പോകുന്ന ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസാദിക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇരട്ടിയായിട്ട് തിരികെ തരാൻ പോകണം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകണം. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ അമേസിങ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ, ഒരുപക്ഷെ വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ കാണാം. വിദേശത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഫാമിലി വിസ ലഭിക്കാൻ വേണ്ടി കാത്തിരുന്നവരാണെങ്കിൽ ഫാമിലിയായിട്ട് വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ചലഞ്ചിങ് ടൈം ഒക്കെ അവസാനിച്ചു എന്നാണ് കാണിക്കുന്നത്. പുതിയ നല്ല നല്ല കാര്യങ്ങൾ, ദൈവം പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ചലഞ്ചിങ് അല്ലെങ്കിൽ വിഷമം നിറയെ പ്രശ്നങ്ങളും വിഷമങ്ങളായിട്ടുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. നിങ്ങൾ വിദേശത്ത് ജോലിക്ക് പോകുന്നു, അല്ലെ ഫാമിലി വിസ ലഭിച്ച് വിദേശത്ത് ഫാമിലി ആയിട്ട് പോകുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല കാര്യങ്ങളാണ് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് കടൽ കടന്നു പോകാനുള്ള അവസരം വരികയാണ്. ജോലിക്കായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ കടൽ കടന്നു പോകാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നവരെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രണയം, പ്രണയത്തില് വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടും നിങ്ങൾ വ്യക്തിയുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്തു പോകണം. ഒരുപക്ഷെ നോ കോണ്ടാക്ട് ആയിരിക്കാം. കുറച്ചു നാൾ നിങ്ങൾ സ്നേഹത്തിലായിരുന്നിരിക്കാം, ഒരു 2-3 വർഷം, അല്ലെങ്കിൽ 1 വർഷം, 2 വർഷം, 3 വർഷം നിങ്ങൾ തമ്മിൽ പ്രണയിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ നിങ്ങളൊന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഹൈഡ് ചെയ്യുന്നു, നിങ്ങളിത് മറയ്ക്കുന്നൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തിയെ നിങ്ങൾക്ക് വിട്ടു പോകാനാണ് നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങൾ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകും. വ്യക്തിക്ക് നിങ്ങളെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അകന്നകന്ന് പോകുന്നത്. സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അകന്നു പോകാനാവില്ല. നിങ്ങൾ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് ആരുടെയൊക്കെ മുമ്പിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാൻ പോകുന്നു. ഒരുപാട് നാളായി നിങ്ങൾക്ക് സങ്കടങ്ങൾ മാറ്റാൻ തന്നിരിക്കുന്ന ഒരു കാർമിക് റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്നും അവസാനിക്കാൻ പോകുന്നു. യൂണിവേഴ്സ് ആയിട്ട് അവസാനിപ്പിക്കാൻ പോകുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചേരേണ്ട ഒരു ടിൻ ഫ്ലൈം സോൾമേറ്റ് കണക്ഷൻ കൊണ്ടുവരാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലവേഴ്സ് ആയിട്ടുള്ളവർക്കാണിത്, അല്ലെങ്കിൽ മാരേജ് ആയിട്ടുള്ള വ്യക്തികളുടെ നിങ്ങൾ എപ്പോഴും പ്രോബ്ലം നിങ്ങളെ ചതിച്ച് നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങളിൽ നിന്നും പലതും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പലതും മറച്ചു വെച്ചായിരിക്കും, മറ്റു ബന്ധങ്ങളിലൂടെയൊക്കെ പോയി മറ്റൊരു ബന്ധം നിങ്ങൾ അറിയാതായിരിക്കും മറ്റു ബന്ധങ്ങളുണ്ട്. അയാള് പല രീതിയിൽ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ് ഡിവോഴ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ വ്യക്തിക്ക് വേണ്ടി ഇനി കാത്തിരിക്കേണ്ട. അങ്ങനെ ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും വരുമോ എന്ന് കാത്തിരിക്കുന്നുണ്ടോ? ഒരിക്കലും നിങ്ങളത് കാത്തിരിക്കേണ്ട. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വാതിൽ അടയ്ക്കാൻ പോവാണ്. നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് പുതിയൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങൾക്ക് ചേരേണ്ട ഒരു വ്യക്തി, നിങ്ങൾക്ക് ചേരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് ഉടനെ തന്നെ ഡിവോഴ്സ് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഡിവോഴ്സ് ആവാൻ പറയുന്നുണ്ട് ചില വ്യക്തികളോട്. നിങ്ങൾ ഒരുപാട് സഹിച്ച് മടുത്തിട്ടുണ്ടാവാം. എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഒരുപാട് പേരാണ് എനിക്ക് അങ്ങനെ റീഡിങ്ങിന് വരുന്നത്. വിദേശത്തായിരിക്കാം അവരുടെ ഹസ്ബൻഡ്, പക്ഷെ അവർക്ക് അവിടെ വേറെ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. നാട്ടില് ഉള്ള അവര് വളരെ വിഷമത്തിലാണ്, കരച്ചിലാണ്, വിളിക്കാറില്ല, പറയാറില്ല, പൈസ അയച്ചു കൊടുക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലാണ്. നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തിന് വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊക്കെ വേണ്ടെന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് പറ്റൂ. വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവരായിരിക്കും. ചിലർ കല്യാണം കഴിച്ചു വിട്ട ബാധ്യത കഴിഞ്ഞു എന്ന് കരുതുന്നവരാണ് വീട്ടുകാര്. അല്ലാത്തൊരു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മക്കളെ കൂടെ ചേർന്ന് നിൽക്കുന്ന അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ബന്ധം വീണ്ടും വരും, യൂണിവേഴ്സ് ആയിട്ട് തരും എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചില ബന്ധങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവരോട് നിങ്ങളുടെ വാതിൽ യൂണിവേഴ്സ് അടയ്ക്കാൻ പോവാണ്. അത് നിങ്ങളുടെ മുന്നിൽ അടച്ചിട്ട് മറ്റൊരു വാതിൽ നിങ്ങൾക്കായിട്ട് തുറക്കും. നിങ്ങൾക്കായിട്ട് ചേരേണ്ട ഒരു ജോഡിയെ, ഒരു ബന്ധത്തിലെ നിങ്ങളുടെ മുന്നിലെത്തിക്കും.
ചിലരാണ് വർഷങ്ങളോളം ഇങ്ങനെ ലവേഴ്സ് ആയിട്ടുള്ളവരും വീണ്ടും ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ അഡിക്റ്റ് ആയിട്ട് നോ കോണ്ടാക്ട് ആയിരിക്കാം, വർഷങ്ങളായിട്ട് കോണ്ടാക്ട് ഇല്ലായിരിക്കാം, തിരികെ വരുമോ തിരികെ വരുമോ തിരികെ വരുമോ എന്ന് ചോദിച്ച് കാത്തിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ അടഞ്ഞ ആ ഒരു വാതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി ഇരിക്കാതെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്ന ഒരുപാട് വാതിലുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്കായിട്ട് ലഭിക്കുന്ന ഒരുപാട് നല്ല നല്ല വാതിൽ അല്ലെങ്കിൽ നല്ല നല്ല വ്യക്തികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങൾക്ക് ലൈഫായിട്ട്. നിങ്ങൾ അവിടേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. നല്ല നല്ല ലൈഫ് നിങ്ങൾക്ക് വേറെ നല്ല ലൈഫ് നിങ്ങൾക്ക് തരാൻ നല്ല നല്ല വ്യക്തികളുണ്ട്. നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോവാണ്. അപ്പൊ അതൊരിക്കലും നിങ്ങളുടെ മുന്നിൽ തുറക്കില്ല. ആ വാതിലുകൾ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ തുറക്കില്ല. നിങ്ങളുടെ ലൈഫ് വെറുതെ സ്പോയിൽ ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതി ആ ഒരു അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കാം, വേറെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളെ വേണ്ടാത്ത ആ ഒരു വ്യക്തിയിലേക്കാണ്. അതായത് നിങ്ങൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വേണ്ടത്, പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കാത്ത വ്യക്തിയുടെ പുറകെ അല്ല നിങ്ങൾ പോവേണ്ടത്. അത് നിങ്ങൾ എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകും. നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റിസ് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരുടെയെങ്കിലും അടഞ്ഞ വാതിലിലേക്ക് നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ വെറുതെ ലൈഫ് സ്പോയിലാക്കാതിരിക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഒക്കെ ലൈഫിൽ നിന്ന് ആ ഒരു ബന്ധത്തിനെയും യൂണിവേഴ്സ് ആയിട്ട് എടുത്തു മാറ്റാൻ പോകുന്നുണ്ട്. നല്ലൊരു ബന്ധം നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഒരുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാവരും ഇങ്ങനെയല്ല. ചില വ്യക്തികൾ നിങ്ങൾക്ക് തന്നെ ചേരേണ്ട വ്യക്തികളാണ്. നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ തന്നെ ഓർത്ത് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്. ആ ഒരു വ്യക്തികൾ ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ചില വ്യക്തികൾ കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കപ്പ് നിറഞ്ഞെടുക്കുന്ന രീതിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടും ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലേഡീസിന്റെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് നല്ല ജോലി ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ജോലികൾ ലഭിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉള്ളവരാണെന്ന് എനിക്ക് കാണുന്നുണ്ട്. ഒരുപാട് ഡ്രീംസ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡ്രീമിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രീം ഒക്കെ പൂർത്തിയാക്കാൻ പോകുന്നു. നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ആകാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന രീതിയിലും നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കരിയർ വളരെയധികം ഡെവലപ്പ് ആകാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, അതായത് നിങ്ങളുടെ ഡ്രീം ലൈഫ് വളരെയധികം സക്സസ്ഫുൾ ആകാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ക്യൂൻ എനർജിയിലൊക്കെ വരാൻ പോകുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ. നല്ല കഴിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള വ്യക്തികളാണ്. ലേഡീസിന്റെ ഒരു എനർജിയാണ്, ഫെമിനിൻ എനർജിയാണ് കൂടുതൽ കാണുന്നത്. നല്ല ടാലന്റ് ഉള്ളവരാണ്. അപ്പോൾ ചിലപ്പോൾ കലാപരമായ രീതിയിലൊക്കെ നിങ്ങൾ വളരെ അറിയപ്പെടാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പലരും. അപ്പൊ ആ ഒരു എനർജി കാണുന്നുണ്ട്. ലേഡീസിന്റെ ഉണ്ട്, ജെന്റ്സിന്റെ എനർജി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചില വ്യക്തികൾക്ക് പഴയ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ മാരേജ് പ്രപ്പോസൽ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന നല്ലൊരു ബന്ധമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ റിലേഷൻഷിപ്പ് അതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്നേഹം തരുന്ന ഒരു ബന്ധമാണ്. നിങ്ങൾക്ക് ചേരുന്ന ഒരു ബന്ധം തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് മാരേജ് ലൈഫ് ആണെങ്കിൽ പോലും ചേരേണ്ട ഒരു നല്ലൊരു ബന്ധമാണ്. അതായത് കപ്പ് നിറഞ്ഞൊഴുകുന്ന രീതിയിൽ ആ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന രണ്ടിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്നേഹം ലഭിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പൊ നല്ലൊരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നു. ആരെങ്കിലും പഴയ ബന്ധത്തിലേക്ക് നോക്കിയിരിപ്പുണ്ടെങ്കിൽ ആ ഒരു ബന്ധം അവസാനിപ്പിക്കാൻ പറയുന്നുണ്ട്. പുതിയൊരു നല്ല ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നു. സാമ്പത്തികപരമായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തടസ്സങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ തടസ്സങ്ങളുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ പോവാണ്. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ നീക്കി നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരുന്നുണ്ട്. പുതിയ വഴികൾ നിങ്ങൾക്ക് തുറന്നു തരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ടൈം എത്തി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഡിവൈൻ ടൈം എത്തി. നിങ്ങൾ വിജയിക്കേണ്ടതായിട്ടുള്ള ഒരു ടൈം എത്തി എന്നാണ് കാണിക്കുന്നത്.
നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ എനിക്കൊന്നും ലഭിക്കില്ല, എനിക്കൊന്നിനും കഴിവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം എത്തും, നിങ്ങൾക്കും വിജയിക്കാൻ ഒരു സമയമുണ്ട് കേട്ടോ എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവർക്കും അവനേണ്ടതായിട്ടൊരു സമയം വരും. അപ്പൊ ആ ഒരു സമയത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് ജോലിയൊന്നും ലഭിക്കുന്നില്ല, പഠിത്തം കഴിഞ്ഞ് ജോലിയൊന്നും ലഭിക്കുന്നില്ല, എല്ലാവർക്കും ജോലി ലഭിച്ചു, നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ടൈം എത്തിയില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള ടൈം ആയി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്, നിരാശപ്പെടേണ്ടതില്ല കേട്ടോ. ചിലരോട് ഇപ്പൊ നിങ്ങളുടെ ടൈം ആയിട്ടുണ്ട്, ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ടൈം ആയിട്ടുണ്ട്, നിങ്ങൾ ആക്ഷൻ എടുക്കുക. അതായത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്, ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ടൈം ആയില്ല, അല്ലെങ്കിൽ സമയമായില്ല എന്ന് മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ചിലവരോട് നിങ്ങളുടെ ടൈം ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. അതായത് ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറയുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ടൊരു പുതിയ ഒരു വാതിൽ തുറക്കാൻ പോകുന്നുണ്ട്, പുതിയൊരു എന്തോ ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്നത്, പുതിയൊരു വഴി നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ഒരു സക്സസിലേക്ക് വരാൻ പോകുന്നു കാണിക്കുന്നത്. നിങ്ങളിവിടെ വസ്തു വിൽക്കാനോ വാങ്ങാനോ ഒക്കെ താല്പര്യപ്പെടുന്നവരായിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ഒരു ഒരു എന്താ പറയാ അതിനുള്ള ഒരു സമയമായിട്ടുണ്ട്. വസ്തു വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ള ഒരുപാട് നാളായിട്ട് വസ്തു വിൽക്കാൻ കഴിയുന്നില്ല, അതിനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ളൊരു ടൈം ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തു വിൽക്കാനും നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വരാനുള്ള ഒരു സമയമായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അതുപോലെ തന്നെ വസ്തു വാങ്ങാനോ വീടോ വസ്തു ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള ഒരവസരം വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം, നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് സാമ്പത്തിക ഉന്നതി കാണിക്കുന്നു. എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ ഫൈനാൻസിന്റെ ആവശ്യത്തിനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഫൈനാൻസ് വരാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും ലോൺ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലോണൊക്കെ ശരിയാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല സമയമാണെന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങളുടെ ആ ഒരു നിങ്ങളെ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിജയിക്കാനുള്ളൊരു സമയമാണ്, സക്സസ് ആകാനുള്ള ഒരു സമയമാണ്. നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. അടിച്ചു നിൽക്കേണ്ട, നീ സക്സസ് ആകുമെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സക്സസ് ആകും എന്നാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് കുറച്ച് ഏഞ്ചൽ മെസ്സേജസും കൂടെ നോക്കാമേ. ഇവിടെ നിങ്ങൾക്ക് എന്തിനും ഒരു പറ്റിയ സമയമാണ്. ജസ്റ്റിസ് കാർഡാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ജസ്റ്റിസ് കാർഡ് നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങൾക്ക് ലൈഫിൽ നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ, ജസ്റ്റിസ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോവുകയാണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏതൊരു കാര്യം സ്റ്റാർട്ട് ആവാൻ തുടങ്ങുന്നുണ്ട്, സ്റ്റാർട്ട് ആകാൻ പോവാണ്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറയുന്നത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക, ധൈര്യം കൈവടിയാതെ മുന്നോട്ടേക്ക് ചുവട് വെക്കാൻ പറയുന്നുണ്ട്. പെർഫെക്റ്റ് ടൈം, ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പെർഫെക്റ്റ് ടൈം നിങ്ങളുടെ ചില കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം ആയിട്ടുണ്ട് ചിലരോടാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് ആയിട്ട് മറ്റൊരു നല്ല വാതിൽ തുറക്കാൻ പോകുന്നത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വാതിൽ തുറക്കാൻ ടൈം ആയിരിക്കുന്നു, തുറക്കാൻ പോവുകയാണ് കേട്ടോ. ആസ്ക് യുവർ ഏഞ്ചൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങളുടെ ഏഞ്ചലിനോടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോടോ യൂണിവേഴ്സിനോടോ ചോദിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദൈവത്തിനോട് ചോദിക്കുക, അല്ല യൂണിവേഴ്സിനോട് ചോദിക്കുക. എന്നിട്ട് വീണ്ടും പറഞ്ഞേക്കുന്ന ടേക്ക് ആക്ഷൻ. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ടേക്ക് ആക്ഷൻ. നിങ്ങൾ മടിച്ചു നിൽക്കുമായിരിക്കും, ചില കാര്യങ്ങൾ സക്സസ് ആകുമോ, വിജയിക്കുമോ, ഞാൻ ഇതിലേക്ക് പുതിയൊരു കാര്യം തുടങ്ങാൻ പോവാണ്, നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ വരിക, നിങ്ങൾ എന്തോ പുതിയ കാര്യം തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ മടിച്ചു നിൽക്കുകയാണ്, അതൊക്കെ കൺഫ്യൂഷൻ, ഇത് വിജയിക്കുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളോട് ടേക്ക് ആക്ഷൻ, നിങ്ങളോട് ആക്ഷൻ എടുക്കൂ, നിങ്ങൾ തുടങ്ങുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അടിച്ചു നിൽക്കേണ്ട കേട്ടോ, നിങ്ങൾ തുടങ്ങിക്കോളൂ, എന്ത് കാര്യമായാലും തുടങ്ങിക്കോളൂ, വിഷമിക്കേണ്ട. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്, നിങ്ങളെ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാമ്പത്തികം നിങ്ങൾക്ക് ഉണ്ടോ,
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണം വരാൻ പോകുന്നു, ഒരുപാട് പണം വരാൻ പോകുന്നു. അത്രയ്ക്ക് മനോഹരമായ ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകണം. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തുറക്കാൻ പോകുന്ന ശ്രേഷ്ഠമായ വാതിലാണ്. ദൈവം നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്നത് ശ്രേഷ്ഠമായ വാതിലാണ്. ഇപ്പൊ ഏതെങ്കിലും വാതിൽ നിങ്ങൾക്ക് മുന്നിൽ അടയ്ക്കും, അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ശ്രേഷ്ഠമായ വാതിലുകളാണ് തുറക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് ഇത് കാണുന്നത്. ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വാതിലുകളാണ്. അപ്പൊ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ചിലർക്ക് വരുന്നത്. ഓരോ രീതി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോണത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തേക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നല്ല ശ്രേഷ്ഠമായ വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം എപ്പോഴും തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലെ. അപ്പോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.